നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ 59ാമത്തെ വീഡിയോ ആണിത്. അപ്പം എല്ലാ ആഴ്ചയും ചെയ്യുന്നത് പോലെ ഈ ആഴ്ചയും നമ്മൾ നിഫ്റ്റി 50-ലെ ഏതാനും നല്ല സ്റ്റോക്കുകളുടെ നല്ല വാലുവേഷൻ ലോങ് ടൈമിലേക്കും അതുപോലെ തന്നെ ഷോർട്ട് ടൈമിലേക്കുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഇന്ന് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഇനി മാർക്കറ്റ് ഏത് ഡയറക്ഷനിലാണ് പോകാൻ ചാൻസ് എന്ന് കൃത്യമാക്കി നമ്മൾ കൂടുതലായിട്ട് പഠിച്ചതിന് ശേഷം നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക, നല്ല എൻട്രീസ് എടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഒരു നവംബർ മാസം ലാസ്റ്റ് നമ്മൾ കോയിൽ ഇന്ത്യയുടെ നമ്മളൊരു എൻട്രി പറഞ്ഞിരുന്നു. അപ്പം അതിനുശേഷം നമുക്ക് ഏകദേശം ഡിസംബർ മാസത്തിലാണ് നമുക്ക് ഇതിൻ്റെ അകത്തൊരു എൻട്രി ലഭിച്ചത്. നമ്മൾ 148 രൂപയ്ക്കാണ് നമ്മളൊരു ഷോർട്ട് ടൈം എൻട്രി പറഞ്ഞിരുന്നത്, അതായത് ഷോർട്ട് ടൈമായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് എൻട്രി പറഞ്ഞിരുന്നത്. അതിനുശേഷം 148 140 വരെ വന്നു. അതിനുശേഷം നമുക്ക് നമ്മുടെ ടാർഗറ്റായ 165 ഇവിടെ ഹിറ്റായിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ടാർഗറ്റായിട്ട് നമ്മൾ 148 165 പറഞ്ഞത്. ഏകദേശം 17 രൂപയുടെ ഒരു ടാർഗറ്റായിരുന്നു. അതിമനോഹരമായിട്ട് നമ്മുടെ ടാർഗറ്റ് ഷോർട്ട് ടൈമിൽ കോയിൽ ഇന്ത്യയിൽ അച്ചീവ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഏകദേശം കോയിൽ ഇന്ത്യയിൽ നമുക്ക് 11% അടുത്ത് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻട്രി എടുത്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ ചാനലിലൂടെ മാക്സിമം ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ച് നല്ല വാലുവേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങളുടേതായ സ്റ്റഡീസും കൂടെ നടത്തിയതിന് ശേഷം നല്ല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഷോർട്ട് ടൈം എൻട്രീസും എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഏതൊക്കെ സ്റ്റോക്കിൽ നമുക്ക് എൻട്രി എടുക്കാൻ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ആഴ്ചയും അതിനു മുമ്പത്തെ ആഴ്ചയും വീഡിയോസിലൊക്കെ നമ്മൾ കുറച്ച് സ്റ്റോക്കുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ സ്റ്റോക്കുകളുടെ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. ആ ഒരു ബൈയിങ് റീജിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൽ നിങ്ങൾക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ വീഡിയോ ചെയ്ത ഉടനെ തന്നെ നമുക്ക് ആ വാലുവേഷനിലേക്ക് ലഭിക്കണമെന്നില്ല. ചിലപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് എത്താതിരിക്കാം. എത്താനാണെങ്കിലും ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ച് നല്ല എൻട്രീസ് എടുക്കുക. അതല്ല സെറോദയിലാണ് നിങ്ങളുടെ അക്കൗണ്ടെങ്കിൽ GTT ഓർഡർ എന്ന ഫെസിലിറ്റി ഉപയോഗിച്ച് നിങ്ങൾക്ക് മാർക്കറ്റ് എപ്പോഴും വാച്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എൻട്രീസ് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ബാക്കിയുള്ള ഏതെങ്കിലും ബ്രോക്കറിലാണെങ്കിൽ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ആ ഒരു റേഞ്ചിലേക്ക് വരുമ്പോൾ എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ സ്റ്റോക്ക്, നമ്മുടെ ഒന്നാമത്തെ വിപ്രോയുടെ കുറച്ച് സ്റ്റോക്ക് നിങ്ങൾ ലോങ് ടൈമിലേക്ക് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ട് റീജിയൻ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഈ ഒരു റീജിയൻ 605 റീജിയനാണ് നല്ലൊരു സപ്പോർട്ട് റീജിയൻ. നമുക്കിവിടെ കാണാൻ സാധിക്കും. മാർക്കറ്റിൽ ഇതിന് മുമ്പുണ്ടായ കറക്ഷനിൽ 605 വന്നിട്ട് ഇത് ബൗൺസ് ചെയ്ത് മുകളിലേക്ക് പോയി. അതിനുശേഷം ഈ 740 50 റീജിയനിൽ നല്ല സ്ട്രോങ് ആയിട്ടൊരു റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും വലിയൊരു ബീറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. 639 ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിൽ നല്ല കംപ്ലീറ്റ്ലി ബീറിഷ് ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിന് മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് വിപ്രോയിൽ ഒരു കറക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഈ 605 610 റീജിയനിൽ സ്റ്റോക്ക് കുറച്ച് ലോങ് ടൈമിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഷോർട്ട് ടൈമായിട്ട് ഒരു പ്രോഫിറ്റ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിനി ഇതിൻ്റെ അകത്ത് ഷോർട്ട് ടൈമിലേക്ക് ഒരു എൻട്രിയാണ് നമ്മൾ നോക്കാൻ പോകുന്നതെങ്കിൽ കുറച്ച് എമൗണ്ടാണ് വിപ്രോയിൽ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ ആവറേജ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 605 610 ഈ ഒരു റീജിയനിൽ നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ടാർഗറ്റായിട്ട് ഷോർട്ട് ടൈം ടാർഗറ്റായിട്ട് ഈ 730 റീജിയൻ നമുക്ക് ഷോർട്ട് ടൈം ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റീജിയനിൽ കൂടുതൽ എമൗണ്ടാണ് നിങ്ങൾ എൻട്രി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. അപ്പം സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ 540 റീജിയൻ സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം നമുക്ക് വരുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 രൂപയുടെ ഒരു റിസ്ക്കും അതുപോലെ തന്നെ നമ്മുടെ റിവാർഡ് എന്ന് പറയുന്നത് ഏകദേശം 130 രൂപയുടെ ഒരു റിവാർഡുമാണ്. അപ്പോൾ നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെയാണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഏകദേശം 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു എൻട്രി ആയിരിക്കും വിപ്രോയിൽ ഈ ഒരു റീജിയനിൽ. അപ്പോൾ നമുക്കിനി രണ്ടാമത് നമ്മുടെ സ്റ്റോക്ക് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. ഏഷ്യൻ പെയിൻറ്റ്സിൽ നമ്മൾ ഷോർട്ട് ടൈമിൽ ഒരു ടാർഗറ്റ് അച്ചീവ് ആയതാണ്. അപ്പോൾ നമ്മൾ ഇനി ലോങ് ടൈമിലേക്ക് ഒരു ഏഷ്യൻ പെയിൻറ്റ്സിൽ നിങ്ങൾ എൻട്രി എടുത്തിട്ടില്ല, എൻട്രി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ
അപ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്കാണ്. ഈ അപ്സൈഡ് സപ്പോർട്ടിൽ വീണ്ടും വീണ്ടും ബൗൺസ് ചെയ്ത് ഇത് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കറൻ്റ്ലി ക്ലോസ് ചെയ്തിരിക്കുന്നത് 3364 നമ്മൾ ഇവിടെയും നമുക്ക് നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ കാണാൻ സാധിക്കും കഴിഞ്ഞ വീക്കിൽ. അതുകൊണ്ട് തന്നെ ഇത് ഒരു കറക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇതിൻ്റെ അകത്ത്. അപ്പോൾ തീർച്ചയായിട്ടും 250 റീജിയൻ, അതായത് 250 റീജിയനിൽ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ കുറച്ച് സ്റ്റോക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു എൻട്രി നമുക്ക് നോക്കാം. ഷോർട്ട് ടൈമായിട്ട് 250 റീജിയനിൽ നിങ്ങൾക്കൊരു എൻട്രി എടുക്കാൻ സാധിക്കുന്നതാണ്. കുറച്ച് എമൗണ്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനുശേഷം 3600 റീജിയൻ നമുക്കൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 3600 റീജിയൻ നമുക്കിവിടെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്ത റീജിയനാണ് 3600. അപ്പം അതുപോലെ തന്നെ ഈ ഒരു റീജിയനിൽ കൂടുതൽ എമൗണ്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു സ്റ്റോപ്പ് ലോസ് ഇടുക. സ്റ്റോപ്പ് ലോസ് ആയിട്ട് 3000 റീജിയൻ സ്റ്റോപ്പ് ലോസ് ഇടുക. അപ്പം ഇവിടെ വരുന്ന റിസ്ക് എന്ന് പറയുന്നത് ഏകദേശം 200 രൂപ സംതിങ് ആണ് നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് റിവാർഡ് പറയുന്നത് 350 രൂപയുടെ ഒരു റിവാർഡാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ എമൗണ്ട് ഇട്ട് എൻട്രീസ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. തീർച്ചയായിട്ടും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ആകുക. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ ചാനലിലൂടെ നിഫ്റ്റിയിലെ മിഡ് ക്യാപ്പ് സ്റ്റോക്ക്, സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ, നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മൾട്ടിബാർ സ്റ്റോക്സ്, അതുപോലെ തന്നെ